ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാശ്മീരിൻ്റെ പ്രമുഖ നഗരമായ ശ്രീനഗറിൽ സ്ഥിതി ചെയ്യുന്ന വലിയൊരു നദിയുണ്ട്, ദാൽ ലേക്ക്. ആ ലേക്കിലൂടെ ഉണ്ടായിരുന്ന ബോട്ട് യാത്രയും മനോഹരമായ കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ കണ്ടു എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ ദാൽ ലേക്കിലൂടെയുള്ള ബോട്ട് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ റൂം അന്വേഷിച്ചുള്ള ഓട്ടോ യാത്രയാണ് നടത്തിയത്. അപ്പോൾ ഇമ്രാൻ എന്ന് പറയുന്ന ആളുടെ സഹായത്തോടെ ഞങ്ങൾക്ക് റൂം എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ നമുക്ക് പോയി നോക്കാം. അങ്ങനെ പുള്ളി ഞങ്ങളുടെ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങളെയും കയറ്റി പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ഓട്ടോ യാത്രയൊക്കെ ചെയ്ത് ആ സ്ഥലത്തേക്ക് പോയി. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾക്ക് വേറൊരു റൂം പുള്ളിക്കാരൻ കാണിച്ചു തന്നിരുന്നു. അതൊരു ഹൗസ് ബോട്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു കൗതുകം തോന്നിയില്ലേ കാണണമെന്നൊക്കെ ഉള്ളിൽ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി നോക്കി. പക്ഷേ പഴയ ഒരു ഹൗസ് ബോട്ടായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കിത് വേണ്ട. അപ്പോൾ വളരെ റേറ്റ് കുറച്ചിട്ട് തരാമെന്നൊക്കെ പറഞ്ഞു. ഇത് വേണ്ട, ഞങ്ങൾക്ക് വേറെ റൂം മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള റൂം കാണിച്ചു തരാം. ഒത്തിരി റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോം സ്റ്റേ ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഒരു ഓട്ടോയിൽ കയറി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ റൂമൊക്കെ റെഡിയായി. ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. റൂമിലേക്ക് പോകാനുള്ള ചെറിയൊരു വഴിയാണിത്. അപ്പോൾ ഈ വഴിയിലൂടെ കുറച്ച് നടന്നാൽ റൂം എത്തും. അതൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള റൂം. ഇതെന്താണെന്നറിയോ? ഇതാണ് ഇവിടുത്തെ പുരാതനമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഹീറ്റർ. പണ്ടൊക്കെ ആൾക്കാർ ഇതുപോലെ ഇലക്ട്രിക്കൽ ഹീറ്ററൊന്നും അല്ലല്ലോ യൂസ് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിൽ ബാഗൊക്കെ വെച്ചിട്ട് പുറത്തിറങ്ങി. ഒരു 1:30 മണിയായിട്ടുണ്ടാവും സമയം. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണ്ടേ, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ഒന്ന് നടന്ന് റെസ്റ്റോറൻറ്റൊക്കെ കണ്ടുപിടിച്ച് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ബ്രിഡ്ജിൽ കയറിയാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നോക്ക് നല്ല മരങ്ങളും നല്ല അടിപൊളി പർവ്വതവും അടിയിൽ കുറേ ബിൽഡിങ്, പിന്നെ വെള്ളം, ഹൗസ് ബോട്ട്, പിന്നെ ഒരു അടിപൊളി ബ്രിഡ്ജാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെ കണ്ട് നല്ല അടിപൊളി കാഴ്ചയായിട്ട് ഇതൊക്കെ കണ്ട് നിങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു. ഇതാണ് ആ ബ്രിഡ്ജ്. അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ്. അങ്ങനെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കയറി അവിടുന്ന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ ഞങ്ങൾ നടന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നടന്നു പോകുന്നത് ഞങ്ങൾക്ക് ഓട്ടോയോ ടാക്സിയോ ഒക്കെ കിട്ടുന്നൊരു സ്ഥലം നോക്കിയിട്ടാണ്. കാര്യം ഇവിടുന്ന് നമുക്ക് 2-3 സ്ഥലങ്ങളിലേക്ക് ഇനി പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓട്ടോയോ ടാക്സിയോ കിട്ടുമോയെന്നൊന്ന് അറിയണം. കാര്യം ഞങ്ങൾ ഈ പാക്കേജിലല്ല വന്നത് എന്നൊരു കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെയാണ് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇത് ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പറ്റില്ല. കാര്യം നമുക്ക് കുറച്ച് സമയം വേണം. കുറച്ച് സമയം എടുത്ത് വേണം നമുക്കിങ്ങനെ ഓട്ടോയും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓട്ടോ കിട്ടി. ഞങ്ങൾക്കൊരു ഓട്ടോയിൽ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ബാർഗെയിൻ ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടത്താൻ പറ്റുള്ളൂ. നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ 800 രൂപയ്ക്ക് 2 സ്ഥലങ്ങൾ ഞങ്ങളെ കാണിച്ച്, 3 സ്ഥലങ്ങൾ ഞങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഓട്ടോയിൽ കയറി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ്. നല്ല റോഡിലൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. ഞങ്ങളെയും കൊണ്ട് ഓട്ടോ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലുള്ള പ്രത്യേക സ്ഥലങ്ങളെയും അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഈ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഓട്ടോ ഡ്രൈവർ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ കാണുന്ന ആ മലയുടെ മുകളിൽ ഒരു കെട്ടിടമുണ്ട്. അത് അക്ബർ ചക്രവർത്തി നിർമ്മിച്ച പരി മഹൽ എന്നാണ് പുള്ളി പറഞ്ഞു തന്നത് നമുക്ക്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ചെറിയ രീതിയിൽ കാണാം. കാര്യം ഫുൾ മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പോൾ അതാണ് എന്ന് സ്ഥലം പറഞ്ഞു തന്നു. പിന്നെ പോകുന്ന വഴിക്ക് നേരെ പോയാൽ ഗവർണറുടെ ഹൗസാണ് എന്നുള്ളൊരു സ്ഥലം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അവിടെ അലൗഡ് അല്ല, അപ്പോൾ അങ്ങോട്ടേക്ക് ആർക്കും പോകാൻ പറ്റില്ല, അത് ഗവർണർ ഹൗസാണെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ചെന്ന് ദാൽ ലേക്കിൻ്റെ മറ്റൊരു വശത്തേക്കാണ് ജോയിൻ ചെയ്തത് കേട്ടോ. ആ റോഡ് പോയി ജോയിൻ ചെയ്തത് ദാൽ ലേക്കിൻ്റെ ഒരു മനോഹരമായൊരു സൈഡിലേക്കാണ്. അവിടുത്തെ വ്യൂ പറയാതിരിക്കാൻ പറ്റില്ല, അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അത്.